പ്രിയമുള്ളവരെ, ഞാൻ ബൈജു കൊല്ലംപറമ്പിൽ പാലാ നഗരസഭ 6-ാം വാർഡ് കൗൺസിലറാണ്. കേരള കോൺഗ്രസ് പാർട്ടിയും ജോസ് കെ മാണിയും കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുന്നേ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമായിരുന്നു പാലാ നഗരസഭയുടെ ഒരു കൗൺസിലർ ആകുക എന്നത്. അതുപോലെ തന്നെ എൻ്റെ വാർഡിലെ പ്രിയപ്പെട്ട ആളുകളും എന്നെ ജയിപ്പിച്ചു. അവരോടൊക്കെ എനിക്കൊരു കടപ്പാട് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രധാനമായിട്ട് എൻ്റെ വാർഡിൽ ചെയ്തതും പാലായിലെ പൊതുസമൂഹത്തിൽ പാലാ നഗരസഭയ്ക്ക് വേണ്ടി, അതുപോലെ പാലാ ജനറൽ ആശുപത്രിക്ക് വേണ്ടി ഒക്കെ പൊതുവായിട്ട് എനിക്ക് മുന്നിൽ നിന്ന് സഹായിക്കാനും സഹകരിക്കാനും ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാലായിലെ മരിയ സദൻ. അത് നമ്മുടെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ ഒരു അംഗമായിട്ട് തന്നെ അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങൾ 100% എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങളോട് ഇത് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് എൻ്റെ വാർഡിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ബൃഹത് പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്ട് 1 കോടി രൂപയോളം മുടക്കുള്ള ഒരു ജലവിതരണ പദ്ധതിയാണ് മുണ്ടാങ്കൽ പുലിമലക്കുന്ന ജലവിതരണ പദ്ധതി. വാർഷിക പദ്ധതിയിലും 5 ലക്ഷം 10 ലക്ഷം അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകൾ കിട്ടി. അതിന് എഗ്നസ്റ്റായിട്ടൊരു ടെൻഡർ അതിൻ്റെ കോൺട്രാക്ടറെ കണ്ടെത്തി അവരുടെ കൂടെ നിന്ന് ചെയ്യുന്നു. ഒരു ഇത്ര മീറ്റർ പൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ചെയ്ത വേറൊരാളായിരിക്കും. കിണർ പണിതാൽ അതിൻ്റെ പമ്പ് സെറ്റ് പിടിപ്പിക്കുന്ന വേറൊരാളായിരിക്കും. അതുപോലെ ഇലക്ട്രിക് വർക്കുകൾക്ക് വേറെ സംവിധാനം. അങ്ങനെ ഒരുപാട് പുറകെ നിന്നാലേ അത് പൂർത്തിയാകാൻ കഴിയുകയുള്ളൂ. ശരിക്കും എൻ്റെ വാർഡിൽ അങ്ങനെ ഒരു പദ്ധതി പൂർത്തീകരിച്ചു. 100-ലധികം ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് കേരള വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റിൽ ഒരു വലിയ നിർമ്മാണം 3-4 മാസത്തേക്ക് നടക്കുകയാണ്. പാലായിലും പരിസര പ്രദേശങ്ങളിലും ആഴ്ചകളായിട്ട് കുടിവെള്ളം മുടങ്ങിയ സാഹചര്യത്തിൽ നമ്മുടെ വാർഡിലെ ബഹുഭൂരിപക്ഷ പ്രദേശത്ത് അതിൻ്റെ ഒരു ദൂഷ്യഫലം ഇല്ല. കാരണം എൻ്റെ വീട്ടിൽ പോലും കിണറില്ല. എനിക്ക് പൈപ്പ് വെള്ളം കൊണ്ടുവരുന്നു. പക്ഷേ ഞാനത് അറിയുന്നില്ല. കാരണം നമ്മുടെ കുടിവെള്ള പദ്ധതിയിൽ വെള്ളം ലഭിക്കുന്നു. അതൊരു വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. രണ്ടാമത് ഞൊണ്ടിമാക്കൽ കവല എന്ന ചൂണ്ടിച്ചേരി കോളേജിലോട്ടുള്ള ഒരു വഴി, അത് ശരിക്കും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 3-4 ലക്ഷം കിട്ടും. കുറേ തുളകൾ അടയ്ക്കും. അതും ഞാൻ കൗൺസിലറായ ശേഷം എൻ്റെ ഒരു പുതിയ അറിവാണ്. അതായത് നഗരസഭയിൽ നമ്മൾ അടുത്ത മാർച്ച് ചെയ്യേണ്ട പണിയെപ്പറ്റി ഈ ഫെബ്രുവരിയിൽ നമുക്കൊരു നിർദ്ദേശം തരും. ഉടനെ നമ്മളത് എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ പൈസ DPC അംഗീകരിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ എസ്റ്റിമേറ്റ് കിട്ടും. പിന്നെ ഏതാണ്ട് ഒരു 10-11 മാസം കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ പണി നടക്കാൻ പോകുന്നത്. അന്നത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച തുകകളൊക്കെ 4 ഇരട്ടി വലുതായി പോകും. അത് അടച്ചു പിടിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത വർഷമാകും. അപ്പോൾ അടുത്ത മഴയത്ത് ഇതെല്ലാം പോകും. അപ്പം അങ്ങനെ ഒരു വഴിയായിരുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്നു. ഒത്തിരി പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഭരണകാല പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന വഴിയാണ്. അവിടെ MLAയുടെ സഹകരണത്തോടെ 62 ലക്ഷം രൂപ മുടക്കി ഫുൾ റീടാറിങ്ങും 2 വശം ഐറിഷും കൂടെ ചെയ്തു വീതി കൂട്ടി ആ വഴി ഭംഗിയായി സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മുണ്ടാങ്കൽ പള്ളിയിൽ നിന്ന് എളന്തോട്ടം മഠം വരെയുള്ള വഴിക്കും ഇതുപോലെ തന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് 15 ലക്ഷം രൂപ പൂർണ്ണമായിട്ട് റീടാറിങ് അത് പാച്ച് വർക്ക് ചെയ്തു. ഈ കനത്ത മഴ കാരണം അത് ചെയ്യുന്നില്ല. ഉണ്ണി അലവിൽ നിന്നുള്ള ആളാണ് അത് എടുത്തിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാനാണ്. പിന്നെ നഗരസഭയിൽ വരുന്ന വാർഷിക പദ്ധതി വരുന്ന മുഴുവൻ വർക്കുകളും ടെൻഡർ വിളിച്ച് പൂർത്തീകരിക്കുക. കാരണം ഈ വർഷം എനിക്ക് 3 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ. അതിന് ഐറിഷ് വർക്കും കൂടെ ഈ വർഷം ഇടത്തോട്ട വഴിക്ക് പൂർത്തി ഒരു വർക്ക് പോലും എൻ്റെ മുനിസിപ്പൽ പദ്ധതിയിൽ ടെൻഡർ വിളിക്കാനോ പൂർത്തീകരിക്കാനോ ഇല്ല. അതുപോലെ തന്നെ നഗരസഭയെ സംബന്ധിച്ച് നമ്മുടെ വോട്ടർമാരും വീട്ടുകാരും ആഗ്രഹിക്കുന്നത് നമ്മളോട് സ്ട്രീറ്റ് ലൈറ്റ് തെളിയുക, പിന്നെ നഗരസഭയിൽ നിന്ന് ഈ സൗജന്യമായിട്ട് കോഴി, പച്ചക്കറി, അങ്ങനെയുള്ള വളം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് വീടുകളിൽ അറിയിച്ച് അവരുടെ അപേക്ഷാ ഫോം വാങ്ങിച്ച് അവരിൽ എത്തിക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സ്. കാരണം സാധാരണ നമ്മുടെ ആൾക്കാർക്ക് വലിയ സമഗ്രമായ വിമാനത്താവളം അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. വാർഡിലുള്ളവർക്ക് അത്യാവശ്യം അവരുടെ വീടിൻ്റെ വാതിൽക്കൽ ലൈറ്റ് തെളിയണം, ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി, ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടണം. അതൊക്കെ അതിൻ്റെ ഇഷ്ടപ്പാടുണ്ട്. അത് കൃത്യമായിട്ട് ഈ വർഷത്തെ ഒഴിവിനിയോഗം നടന്ന പച്ചക്കറി എങ്ങനെയുള്ളതൊക്കെ വിതരണം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ പുതിയ 2 വീട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു വീടിൻ്റെ ഇറ്റോലിയക്കാരുടെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയാക്കി. അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം. മുണ്ടാങ്കപ്പള്ളിയുടെ അടുത്ത് 4 റോഡ് പുറമ്പോക്ക് 4 വീടുകളുണ്ട്. അവർക്ക് കാലാകാലങ്ങളായിട്ട് ആ തോട്ടിൽ കൂടെ പോകുന്ന വെള്ളമേ കിട്ടും. അത് അവിടെ പശു വളർത്തലുകാരൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം എപ്പോഴും മലിനമാകാറുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് 4 വീട്ടിന് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് വലിയ അഭിമാനമായിട്ട് തോന്നുന്നു. അതുപോലെ ഞങ്ങളുടെ
അങ്കമാടിയിലും വാട്ടർ അതോറിറ്റിയുടെ അമൃത പദ്ധതിപ്പെടുത്തിയിട്ടുള്ള കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. അത് വലിയതാണ്. അതുപോലെ തന്നെ ഞാൻ കൗൺസിലറായ ആദ്യത്തെ വർഷം നമ്മുടെ മുണ്ടാങ്ങൽ ഭാഗമാണ് പാലാ മുനിസിപ്പാലിറ്റി അതിൽ തൊടുപുഴ റോട്ടിൽ അവിടെ ഒരു ഐ ലവ് പാലാ വെൽക്കം ടു പാലാ മുനിസിപ്പാലിറ്റി എന്നുള്ളൊരു വെൽക്കം ബോർഡ് അത് നമ്മുടെ ഒരു അഭിമാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നും അത് തെളിവ് നമ്മളതിലേക്ക് വരുമ്പോൾ പാലായുടെ അതിർത്തി കിടക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു ബോർഡാണ് അത് ഒരു വാർഡിലെ ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു. പിന്നെ എനിക്ക് ഈ ഗവൺമെൻറ് ഞാൻ ആദ്യത്തെ 2 വർഷം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു നഗരസഭയിൽ. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോവിഡ് കാലത്ത് നിരന്തരമായ മരണങ്ങൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു പ്രയാസങ്ങൾ എല്ലാവർക്കും വന്നപ്പോൾ ഡേ 1 തൊട്ട് ജനമൈത്രി പോലീസും സന്മനസ് കൂട്ടായ്മയൊക്കെയാണ് ചേർന്ന് നമ്മുടെ അമ്പലപ്പറമ്പിൽ കടത്തുന്നതിലുള്ള സകല മനുഷ്യർക്കും പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു. അതിനെ ഭാഗമാക്കാൻ കഴിഞ്ഞ് ഒരു ദിവസം പോലും അത് മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ 8 മോർച്ചറിയാണ് പാലായിൽ ഗവൺമെൻറ് ആശുപത്രി. ആ 8 മോർച്ചറിയിൽ മൃതദേഹങ്ങൾ പെൻഡിങ് ആയിട്ട് വന്നിട്ട് സംസ്കരിക്കാൻ നിവൃത്തിയില്ലാതെ, കാരണം നമ്മൾ ശവക്കോട്ടയിലൊക്കെ ക്രിസ്ത്യാനികളുടെ പോലും കൂടി കിടക്കുമ്പോൾ അത് സംഭവിക്കാൻ എന്നുവെച്ചാൽ അതിന് പോലും ആൾക്കാർ വരരുത് എന്നുള്ളൊരു എല്ലാവരും കിറ്റൊക്കെ ഇട്ട് അന്നേരം നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു ശ്മശാനത്തിൻ്റെ അപര്യാപ്തത. നഗരസഭാ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കുകയും നമ്മൾ 45 ലക്ഷം രൂപ മുടക്കി ഗ്യാസ് ക്രെമറ്റോറിയം പാലായിൽ പണിതു. അതും ഈ പറഞ്ഞ പല കരാറുകാരും പല പ്രതിസന്ധികളുണ്ടപ്പം നമ്മൾ മറ്റ് ചിറക്കടവിലുണ്ട്, കിടങ്ങൂർ പഞ്ചായത്തിലുണ്ട്, ഇത് ഇങ്ങനെ പല ചങ്ങനാശ്ശേരിയിലുണ്ട്, കോട്ടയത്തൊക്കെ ശ്മശാനങ്ങളിൽ ഞാൻ പോയി കാണുകയും അതിന് നമുക്ക് പറ്റുന്ന ഒരു മോഡൽ കിടങ്ങൂരിയായിരുന്നു. അങ്ങനെ ഒരാളെ കൊണ്ട് ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഉദ്ഘാടനം സംബന്ധിച്ച് പല വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് മൃതദേഹം സംസ്കരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അത് ട്രെയിനിങ് വിടണമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാനിത് കണ്ട് മനസ്സിലാക്കിയതാണ്, എനിക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ബോഡി ഞാൻ പറഞ്ഞു ഇനി വരുന്നത് നമ്മുടെ വിറകല്ല, ഗ്യാസ് കത്തിക്കണം, എടുക്കാൻ പറഞ്ഞു. ഉണ്ടായി രാവിലെ ഒരു മരണം ഉണ്ടായി, അറിയിപ്പ് വന്നു. ഞാനത് പാലക്കാട് ഇതിൻ്റെ കമ്പനിയുടെ ആളെ കൂടെ വിളിച്ച് വരുത്തി ആദ്യത്തെ ബോഡി കത്തിച്ച് നമ്മളിപ്പം ഗ്യാസ് ക്രെമറ്റോറിയം പറയാം. കാരണം നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി മറ്റേ ഗ്യാസിൻ്റെ ഉപകരണങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന സംവിധാനം ഇവിടെയൊക്കെ 7500 രൂപ മേടിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിലുള്ളവർക്ക് 3500 രൂപയെ പല നഗരസഭയിൽ ഫീസ് കൊടുക്കും. പഞ്ചായത്തിൽ നിന്ന് വരുന്നവർക്ക് 4000 രൂപ ഫീസ് കൊടുക്കും. അതുപോലെ ഏറ്റവും വൃത്തിയായിട്ട് നടക്കുമ്പോൾ അവിടെ എന്ത് മഹാരഥന്മാർ അതിന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അവിടെ സംസ്കരിക്കും. അതൊരു വലിയ ഒരു നേട്ടമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയുടെ മുഴുവൻ ബ്ലോക്കുകൾ, OP യൂണിറ്റുകൾ, കാരണം ഈ ആശുപത്രി സൂപ്രണ്ടും ജീവനക്കാരും തമ്മിൽ ഭയങ്കര അകൽച്ചയായിരുന്നു, ഒരു സഹകരണം ഇല്ലാത്തത്. അപ്പോൾ അത് നിരന്തരമായിട്ട് 1 by 1 ആയിട്ട് കാഷ്വാലിറ്റികൾ, OPകളെല്ലാം പുതിയ ബ്ലോക്കിലേക്ക് മാറ്റി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ക്യാൻസറിൻ്റെ യൂണിറ്റ് നമ്മൾ പുതിയ OPയിലേക്ക് മാറ്റാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹം, മാനസാറുള്ള കാലത്ത് നമ്മുടെ ഡയാലിസിസിൻ്റെ മിഷൻ 10 വന്നു. അത് നമ്മുടെ RO പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ശുദ്ധീകരിച്ച് ജലം കൂടെ ചേർത്ത് വേണം ഡയാലിസിസ് ചെയ്യാൻ. അതില്ലാത്തതിൻ്റെ പേര് ജില്ലാ ആശുപത്രിക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പം അത് അവർക്ക് യൂസ് ചെയ്തു, നമുക്ക് തിരിച്ചു തന്നില്ല. ആ ഒരു സംവിധാനം നമ്മുടെ ശബരിനാഥ് ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം കിഫ്ബിയിൽ നിന്ന് 1,10 ലക്ഷം രൂപ വാങ്ങിച്ച് നമ്മുടെ 10 ഡയാലിസിസ് യൂണിറ്റ് തിരിച്ച് നമ്മൾ കൊണ്ടുവരികയും RO പ്ലാന്റ് സ്ഥാപിച്ച് ഇപ്പോൾ ഒരു ഡയാലിസിസ് യൂണിറ്റ് നടത്തുന്ന ഒരു നിത്യ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ നമ്മൾ പോസ്റ്റ് ചെയ്ത്, നെഫ്രോളജി ഡോക്ടറെ പോസ്റ്റ് ചെയ്ത് ആരംഭിച്ചു. ഇപ്പോൾ അത് 3 ഷിഫ്റ്റായിട്ട്, കാരണം നമ്മുടെ ഡയാലിസിസുകളുടെ എണ്ണം കൂടി 3 ഷിഫ്റ്റായിട്ട് പല ജനറൽ ആശുപത്രിയിൽ നടക്കുന്നു. അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോവിഡിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. അതിൻ്റെ ഒരു ലാബ് പല ജനറൽ ആശുപത്രി സ്ഥാപിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സാറിൻ്റെ നിർദ്ദേശം എനിക്ക് കിട്ടി. അത് സ്ഥാപിക്കാൻ വേണ്ടി നമ്മളോട് ശ്രമം നടത്തിയപ്പോൾ നമ്മുടെ ഈ സ്വകാര്യ ലാബിൻ്റെ ലോബികൾ, കാരണം ഏതാണ്ട് ഒരു കമ്പനി DDRC പോലെയുള്ള പ്രൈവറ്റ് കമ്പനികൾക്ക് 1 കോടി രൂപയോളം ഒരു വർഷം ബില്ലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിന് സംവിധാനങ്ങൾ വിലയിരുത്തുന്ന അവർക്ക് നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ലോബികൾ ഈ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം വന്നാൽ വില കുറഞ്ഞ് സാധാരണക്കാർക്ക് ഇത് കിട്ടും. അപ്പോൾ അത് നടപ്പാക്കരുതെന്ന ഉദ്ദേശത്തോടുകൂടി എന്നെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടും എന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഏതാണ്ട് 5 കോടി 6 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള വലിയൊരു ലാഭം. കാരണം ഞാൻ എൻ്റെ MOU റെഡിയാക്കാൻ വേണ്ടി
തയ്യാറായപ്പോൾ അന്നത്തെ ആശുപത്രി സൂപ്രണ്ട് 6 കോടി രൂപ മുടക്കുന്ന ഒരു പദ്ധതി, കേന്ദ്ര പദ്ധതിക്ക് 3 മാസത്തെ MOU ഒപ്പിടാൻ പറഞ്ഞാൽ ഏതെങ്കിലും പദ്ധതി വരും. ആ നിലയിൽ നമ്മൾ നിരുത്സാഹപ്പെടുത്തി. ഞാൻ പറഞ്ഞതനുസരിച്ച് രാജീവ് ഗാന്ധിയുടെ ടീം ഇവിടെ വന്നു. ഞാൻ 12 മണിക്ക് ഒരു അരമണിക്കൂർ ബ്രേക്കിനൊന്ന് മാറിയിട്ട് വന്നപ്പോൾ അവരെ ആട്ടി ഓടിച്ചു. ഒരു കോട്ടയത്ത് പോയി നോമ്പ് നോറ്റോ MOU ഒപ്പിടാൻ വന്നവരെ കോട്ടയത്ത് പോയി പൊറോട്ടയും ബീഫും കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്ന് രാത്രി 11:30 ഈ സൂപ്രണ്ടിൻ്റെ ഭാര്യയുടെ അടൂരാണ്, എൻ്റെ പടിഞ്ഞാറക്കരയായിരുന്നു ചെയർമാൻ. പുള്ളി തിരുവനന്തപുരത്ത്, പുള്ളി അവിടെ നിന്ന് കൊണ്ട് ഈ ടീമിനെ അടൂർ വിട്ട് അന്ന് MOU ഒപ്പിട്ട് തുടങ്ങിയ രാജീവ് ഗാന്ധി ലാബ് ഇന്ന് നമ്മുടെ CT സ്കാൻ ഉൾപ്പെടെ MRI ഉൾപ്പെടെ പുതിയ ഉപകരണങ്ങൾ വരുന്നു. 12 കോടി ഉപകരണങ്ങളുടെ കരാറായി എൻ്റെ ഓർഡർ കൊടുത്തു. അത് പുതിയതായിട്ട് സ്ഥാപിക്കാൻ പോകുന്നു. അടുത്ത ഘട്ടത്തിൽ നമുക്ക് MRI കൂടെ ഈ രാജീവ് ഗാന്ധി ലാബിൽ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഗവൺമെൻറ് ആശുപത്രി കാണുന്നു. അതുപോലെ തന്നെ എൻ്റെ അനുജൻ്റെ മകനെ സൂയിസൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോവിഡ് സമയത്താണ് ഒത്തിരി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി വൈക്കത്തുള്ള ഒരു കോൺസ്റ്റബിൾ എൻ്റെ അവിടെ വന്നത്. അങ്ങനെ ചോദിച്ചു, ഈ വൈക്കം താലൂക്ക് ആശുപത്രി പോയി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ആശുപത്രി എന്തുകൊണ്ടില്ല? അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഞാൻ പഠിച്ചു കഴിയുമ്പം ഇവർക്ക് താല്പര്യമില്ല. അതായത് ഡ്യൂട്ടിയിലുള്ള ഒരു ഫോറൻസിക് സർജൻ വേണ്ട, കാഷ്വാലിറ്റി ഡോക്ടർ ചെയ്യണം. ഇവരല്ലേ ഇത് പഠിക്കുന്നതല്ലേ, അതാണ് അതിൻ്റെ മാനദണ്ഡം. പക്ഷേ ഇത് വന്ന് ഇവർക്ക് മെനക്കേടാണ്, ഒരു തയ്യാറാണ്. ഞാൻ അന്നത്തെ DMO, ഇവിടെ വരുന്ന DMO ഡോക്ടർ പ്രിയയായിട്ട് സംസാരിച്ചു. അന്നേരം ഇവർ സമ്മതിക്കാത്തതുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നിരന്തരം ഞാൻ ഡേറ്റ് എണ്ണി തീരുമാനമെടുത്തു. നമ്മുടെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടി സ്വീകരിക്കുകയും പാലായിലെ GH പോസ്റ്റ്മോർട്ടം ആരംഭിക്കുകയും ചെയ്തു. അതുതന്നെ ഈ സ്കൾ കട്ടർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. കാരണം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ ഈ ബോഡി വെട്ടിമുറിക്കുന്ന കൊടാലിയുടെ ശബ്ദം ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം വരാറുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചത് എന്താണിത്? എന്നോട് പറഞ്ഞു, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു മെഷീനറി ഉണ്ട്, അതാകുമ്പം ശബ്ദം വരുന്നില്ല. അപ്പോൾ ആ ഉപകരണം മേടിച്ചു തന്നിപ്പം ആശുപത്രി അധികാരി അത് മേടിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ മുനിസിപ്പാലിറ്റിയുടെ പ്രോജക്റ്റ് പെടുത്തി ആ ഉപകരണം മേടിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ 2 മണിക്കൂർ ഈ കൈകൊണ്ട് മനുഷ്യൻ്റെ ശരീരം വെട്ടിമുറിക്കുന്നതിന് പകരമായിട്ട് ഈ ഉപകരണം വെച്ച് കട്ട് ചെയ്ത് പെട്ടെന്ന് ഒരു 3/4 മണിക്കൂർ കൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ. അന്ന് ഡോക്ടർ സെബിൻ എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. പുള്ളി കാസർഗോഡ് നിന്ന് നമ്മൾ കടപ്പളാമറ്റത്ത് കൊണ്ടുവന്നു. കടപ്പളാമറ്റത്ത് നിന്ന് പാലായി പോസ്റ്റ് ചെയ്താണ് തുടങ്ങിയത്. ഇപ്പോഴും സെബിൻ ഡോക്ടറുടെ സേവനം നമുക്കിവിടെ ലഭ്യമാണ്. അതാണ് ആശുപത്രിയെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആശുപത്രിയുടെ കാഷ്വാലിറ്റി പറയുക, ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് മുഴുവൻ പാറകളും കല്ലും ഒക്കെ ആയിട്ട് വണ്ടിയും നടന്നു പോകാനൊക്കെ അണ്ണീവനായിട്ട് കിടന്നു. അത് നമുക്ക് മൊത്തം ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ സദനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ കോവിഡ് വന്നപ്പോഴത്തേക്കും 70 പേര് മരിക്കും, 500 പേർക്ക് കോവിഡ് വന്നു, 70 പേര് മരിക്കുമെന്നായിരുന്നു മെഡിക്കൽ ടീം റിപ്പോർട്ട് ചെയ്തത്. അപ്പം നമ്മൾ നിരന്തരമായിട്ട് നേതാക്കന്മാരും കളക്ടറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ സദന CFLTC ആയിട്ട് മാറ്റുകയും ഒരു ഡോക്ടറും നഴ്സിൻ്റെ സേവനം വരികയും തൊടുപുഴ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയിൽ നിന്ന് 40 പേരെ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട്, കാരണം ആരാണെന്ന് പോലും അറിയത്തില്ല, കുറേ യുവാക്കളാണെന്നറിയാം, യുവതികളാണെന്നറിയാം, അവർ വന്ന് ഇവരെ കുളിപ്പിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വലിയ സേനത്തിനെ പിടിച്ചു നിർത്തി. ശരിക്കും പ്രായാധിക്യം കൊണ്ട് 4 പേരെ അന്ന് മരണപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ ആഹാരം കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, കാരണം ഈ കോവിഡ് സമയം പണ്ടത്തെ കാലത്ത് വസൂരി പോലെ അവർ കഴിച്ച പാത്രത്തെ തൊടുന്നു. ആദ്യം ഭയങ്കര ഭീതിയായിരുന്നു, എല്ലാവർക്കും ഭയമായിരുന്നു, അവിടെ കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ആഹാരം പാകം ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ ആ പാത്രം തിരിച്ച് കൈകൊണ്ട് തൊടാൻ പേടി. അപ്പോൾ പള്ളിയിൽ നിന്ന് കൊടുത്തു, പലരൊക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന കാരണം എല്ലാവർക്കും കോവിഡ്, ഒരു വെള്ളം തിളപ്പിക്കാൻ പോലും നിർവാഹമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസിൻ്റെ ടീം സോണിയേർത്തയിൽ 3 നേരം ഫുഡ് കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. പിന്നെ പാലാബേക്കൽ റോയി, അജോമോൻ പച്ചക്കറി ഇവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ കോവിഡിൻ്റെ മുഴുവൻ കാലഘട്ടത്തിൽ 4 നേരം സുഭിക്ഷമായ ആഹാരം വലിയ സ്ഥാനത്തിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈയിടെ ഒരു സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു റെയ്ഡ് വലിയ സ്ഥാനത്തിലുണ്ടായപ്പോൾ അവരവിടെ കയറിപ്പോലും വരാതെ അവിടെ വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തു. അതിന് സന്തോഷം അവിടെ പാനിക്കായി കഴിഞ്ഞപ്പോൾ എല്ലാ ജനപ്രതിനിധിയുടെ ഒരു മീറ്റിംഗ് വിളിച്ചു, എല്ലാ കക്ഷികളും വന്നു. അന്നേരം ഈ CSR ഫണ്ട് മേടിച്ചുകൊണ്ട് നമുക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ബാധ്യതയുള്ള സ്ഥാപനങ്ങൾക്ക് CSR ഫണ്ട് തരിക എന്നൊരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു വിഷയം നമ്മൾ പൊതുവായിട്ട് ഏറ്റെടുക്കുകയും അപ്പം പ്രിയപ്പെട്ട സന്തോഷിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുകയും ഒരു 10-28 ദിവസത്തെ ക്യാമ്പയിൻ
നടത്തുകയും സമീപ പഞ്ചായത്തുകളിൽ പോയി നമ്മുടെ പരിസരത്ത് ഇഷ്യൂ പറയുകയും അതായത് 1.5 കോടി രൂപയോളം സമാഹരിച്ച് കരുതൽ ബാങ്കിൻ്റെ ബാധ്യത തീർത്ത് ആദായം തിരിച്ച് പരിസ്ഥാനത്തിൽ വെക്കാൻ നമുക്ക് സാധിച്ചു. അത് സാധിക്കും. അപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ ഞാൻ 4 ലക്ഷം രൂപ തിരിച്ച് ഈ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ പല മുനിസിപ്പാലിറ്റിയിൽ 96 പൊതു ടോയ്ലറ്റുകളാണ്. 96 ടോയ്ലറ്റുകളും ഞാനും അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളും നേരിട്ട് പോയി കാണുകയും അതിൽ 96 മറ്റേ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ പുറകിലൂടെ ടോയ്ലറ്റ് ഒഴിച്ച് മുഴുവൻ ടോയ്ലറ്റുകൾ നവീകരിക്കുകയും പുതിയതായിട്ട് 8 മോഡുലാർ ടോയ്ലറ്റുകൾ, അതായത് ബസ് സ്റ്റാൻഡിലേക്കാണ് സ്റ്റീലിൻ്റെ 8 എണ്ണം നമ്മളത് ടെസ്റ്റ് ഗ്രൗണ്ടിൽ മറ്റേ സ്റ്റാൻഡിൽ ഉൾപ്പെടെ 8 എണ്ണം അങ്ങനത്തെ സ്ഥാപിച്ചു. എടപ്പുറപ്പെട്ട സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് പുതിയ ടോയ്ലറ്റ്, കാരണം നമ്മുടെ ചൊവ്വാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസം ആൾക്കാർ കൂടുതൽ വരവില്ല, അപ്പോൾ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ആ ടോയ്ലറ്റ് നമുക്ക് നവീകരിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആ ജുഡീഷ്യൽ കോംപ്ലക്സ് ശരിക്കും ഈ KURTC നമ്മൾ ലോൺ എടുത്തിട്ട് അത് ബാധ്യതയായിട്ട് പലിശ അടയ്ക്കുന്ന നിർവാഹമില്ലാതെ കിടന്ന ഒരു കെട്ടിടമാണ്. അതിനകത്ത് 3-ാം നിലയിലെ 12 മുറികൾ ജലജീവൻ മിഷൻ്റെ മലങ്കര നീലൂർ കുടിവെള്ള പദ്ധതിയുടെ നോഡൽ ഓഫീസായിട്ട് അത് രൂപാന്തരപ്പെട്ട് 12 മുറികൾ നമ്മൾ ചെയ്തു. അപ്പോൾ 12 മുറികൾ ഒരു വാട്ടർ അതോറിറ്റിയായിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായപ്പോൾ ഈ നഗരസഭയുടെ ഈ കെട്ടിടം സംബന്ധിച്ച് മുന്നാധാരമോ ഡോക്യുമെൻറ്റ്സ് ഒന്നും നഗരസഭയിലില്ല. അതുകൊണ്ട് നമ്മളത് അന്തരിച്ചു പോയ ബാബു മണക്കാടിൻ്റെ കാലഘട്ടത്തിലാണ് ആ ഭൂമി മേടിച്ചത് നമ്മൾ മനസ്സിലായി. ഇത് രോഗശൈലിയായിരുന്നു. പുള്ളിയോട് അതേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഈ അന്ന് ഡിജിറ്റലല്ലല്ലോ, മാനുവലായിട്ട് ഫയലെല്ലാം തപ്പിയെടുത്ത് രേഖ ഉണ്ടാക്കിയതാണ് 12 മുറി കൊടുക്കുന്നത്. ബാക്കി മുറി ഇപ്പോഴും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10-35,000 രൂപ സ്റ്റേഡിയത്തിൻ്റെ ബിൽഡിങ്ങിന് കറണ്ട് ചാർജ് വരുന്നുണ്ട്. നമ്മൾ സ്വിമ്മിംഗ് പൂളുകാർക്ക് വാടക കൊടുക്കുന്നത് 25,000 രൂപയ്ക്ക്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് 25,000 രൂപ മാസം വരുമാനം, കറണ്ട് ചാർജ് അടയ്ക്കുന്നത് 35,000. അപ്പം നമ്മൾ ഈ ഒരു വിഷയം മനസ്സിലാക്കി ആരും അതിൻ്റെ പുറകെ അടയ്ക്കുന്നില്ല. നമ്മളപ്പം അത് ജില്ലയിൽ നിന്നുള്ള PWD ഇലക്ട്രിക് വിഭാഗത്തെ വിളിച്ചു വരുത്തി ഇതിൻ്റെ മീറ്റർ സെപ്പറേറ്റ് ആക്കി. ഇപ്പം 20,000 രൂപയ്ക്കകത്ത് കറണ്ട് ചാർജ് അടയ്ക്കും, മറ്റേ പൈസ നഗരസഭയ്ക്ക് സേവിങ്സാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വസ്തു സംബന്ധിച്ച് ഈ ഡംപിങ് ഗ്രൗണ്ടിൽ നമ്മളൊരു 500 പേർക്ക് ജോലി കിട്ടുന്ന ഒരു പ്രസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമം ഞാൻ നടത്തിയത്. അന്നേരമാണ് മനസ്സിലാക്കുന്നത് 20 വർഷം മുന്നേ ആ ഭൂമി മേടിച്ചപ്പോൾ ആ വസ്തു പലരുടെയും പേരിലാണ് കിടക്കുന്നത്. അത് ഒരു റീസർവ് നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം നമ്മൾ ക്രമപ്പെടുത്തി അത് ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഗവൺമെൻറ് ഞാൻ വിട്ടുപോയതാണ്. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു സ്റ്റെപ്പിൽ ചങ്ങി തല്ലി വീണായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആശുപത്രി അല്ലാന്ന് ഓർത്തുകൊണ്ട് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഭയങ്കര വേദനയായി. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ എക്സ്റേ എടുത്ത് ഡോക്ടറെ കണ്ട് അപ്പോൾ എനിക്ക് ചങ്ങിലൊന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെ. കൈയുടെ വെള്ളക്കകത്ത് വേദനയായിരുന്നു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഒരു ആഴ്ച കഴിയുമ്പോൾ എനിക്ക് ശ്വാസം വേണം. അപ്പം ഞാൻ അവിടെ തന്നെ സുധീഷ് എന്ന് പറഞ്ഞ ഡോക്ടറെ പോയി കണ്ട് അന്ന് പുള്ളി പറഞ്ഞു പുറത്ത് പോയി എക്സ്റേ എടുത്തിട്ടാണ്. അന്നേരം എക്സ്റേ എടുത്ത് വന്നപ്പോൾ എൻ്റെ 3 വാരിയിലേക്ക് പൊട്ടല്, കൈയുടെ വെള്ളക്കകത്ത് പൊട്ടലാണ്. എന്നിട്ട് ഈ ഡോക്ടർ പറഞ്ഞു എനിക്ക് മരുന്ന് തന്ന് ഞാൻ റെസ്റ്റ് എടുത്ത് എനിക്കത് ശരിയായി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ചങ്കയിൽ കൊണ്ട് വരുന്ന ഈ പോർട്ടബിൾ എക്സ്റേ എന്ന സാധനം, അത് ചെറിയ മൈന്യൂട്ട് ഈ ചങ്കിൻ്റെ അത്ര പറ്റുള്ളൂ. അതാണ് ഈ 1500ഓളം ഒപ്പ് വരുന്ന സകല ജനങ്ങൾക്ക് ഇവിടെ എക്സ്റേ. ഇപ്പോൾ എനിക്കിത് അവസ്ഥയെങ്കിൽ ഒരു സാധാരണ ആരാണെന്നാലും ഒരു രോഗം നിർണ്ണയിക്കാൻ പ്രോപ്പറായിട്ടൊരു എക്സ്റേ മെഷീൻ ഇല്ല. ഡിജിറ്റൽ എക്സ്റേ എന്ന് പറഞ്ഞാൽ ആധുനിക രീതിയിലുള്ളതാണ്. ഞാൻ നിരന്തരമായിട്ട് ചിലപ്പോൾ തകച്ചൊക്കെ കേട്ടിട്ടുണ്ടായി, നിരന്തരമായിട്ട് എൻ്റെ കഥ കൗൺസിലിൽ പറഞ്ഞ് സാധാരണഗതി പ്രൊജക്റ്റിൽ നമ്മൾ വെക്കുമ്പോൾ ഗവൺമെൻറ് ആശുപത്രിക്ക് ആരോഗ്യ വിഭാഗത്തിന് 2 കോടി രൂപ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് സമയമാകുമ്പോൾ വേറെ 100 ആവശ്യങ്ങൾ വരുമ്പോൾ ബൈപ്പാസ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഡിജിറ്റൽ എക്സ്റേ ഇപ്പം എക്സ്റേ ഓർഡർ കൊടുത്തു. ഇത് സ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ അഭിമാന കാര്യമായിട്ട് നോക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.